ദൃഷ്ടിദോഷം മാറാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം പറയുന്നതിന് മുൻപായിട്ട് എന്താണ് ദൃഷ്ടിദോഷം എന്ന് പറയാം. ഒരു മനുഷ്യന്റെ അസൂയയോടെയുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം കൊണ്ട് മറ്റൊരു മനുഷ്യനോ ജീവജാലങ്ങൾക്കോ വസ്തുക്കൾക്കോ ഒക്കെ ദോഷം സംഭവിക്കുന്നതിനെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയാം. ഇത് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക, നമ്മുടെ വീടുകളിലെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ചെയ്യാറുള്ള ഉപ്പും കടുകും മുളകും ഒക്കെ ഉഴിഞ്ഞിടും. ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഫലിക്കുന്നതാണ് പറയാ. അപ്പൊ അങ്ങനെ ഉഴിഞ്ഞിടാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ മുട്ടിറക്കൽ എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട്. ദേവീക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പ്രധാനമാണ്. ഈ ദോഷം പോലെയുള്ള ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് വിശ്വാസം. പിന്നെ നാവൂറ് പഠിക്കാറുണ്ട്. അപ്പൊ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെ മമ്മിയൂർ ക്ഷേത്രത്തിലൊക്കെ ഉണ്ട് കേട്ടോ, നാവൂറ് പഠിക്കും. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ട് അവർ പാടാറുണ്ട്. ഇപ്പൊ അതൊക്കെ വളരെ വിരളമായിട്ടേ കാണാറുള്ളൂ. നാവൂറ് പഠിച്ചു കഴിഞ്ഞാല് ദൃഷ്ടിദോഷങ്ങള് മാറിക്കിട്ടുന്ന പറയാം. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിലര് കടുക് കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കാറുണ്ട്. കടുക് പൊതുവെ കലഹം മാറാനാണെന്ന് പറയാറ്. പക്ഷെ എന്നിരുന്നാലും ദൃഷ്ടിദോഷങ്ങൾ മാറാനായിട്ടും ചിലര് കടുക് സമർപ്പിക്കാറുണ്ട് കേട്ടോ ഭഗവാനെ. അതൊന്നെങ്കിലും കൊടിമരത്തിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ മഞ്ചാടി ചെമ്പിലോ ഒക്കെ ആയിട്ട് സമർപ്പിക്കുന്നത് കാണാം. അതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസമാണല്ലേ. വിശ്വാസത്തോട് കൂടി ചെയ്തു കഴിഞ്ഞാല് അത് ഭഗവാൻ സ്വീകരിക്കുന്നതാണ് പറയാം. പിന്നെ ഈ ശത്രുദോഷം പോലെ, അതായത് ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ശത്രുദോഷം പോലെയുള്ള ഒന്ന് തന്നെയാണ്. അത് മാറാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചൊല്ലാനായിട്ട് സാധിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് നാരായണ കവചം. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കവചമായിട്ട്, ഒരു സംരക്ഷണ വലയമായിട്ട് നമുക്ക് ചുറ്റിനും ആ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പറയാം. ഇപ്പൊ ദൃഷ്ടിദോഷം മാത്രമല്ല കേട്ടോ, നമുക്ക് അകാരണമായിട്ടുള്ള പേടി ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും മോശ സ്വഭാവങ്ങൾ, അപകടങ്ങൾ, ഇതിൽ നിന്നെല്ലാം സംരക്ഷിക്കാനായിട്ട് ഈ നാരായണ കവചം നമ്മളെ സഹായിക്കുന്ന പറയാം. അത് മുടങ്ങാതെ ചൊല്ലണം. ഇപ്പൊ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്തേ നമ്മൾ ഈ കവചം ചൊല്ലിക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു വലയമായിട്ട് ആ പ്രാർത്ഥന ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പറയാം. അപ്പൊ നാരായണ കവചം ചൊല്ലാവുന്നതാണ് കേട്ടോ.